ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സോണിയ ജിനേഷ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി അച്ചാറുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ബീഫ് അച്ചാറും ഫിഷ് അച്ചാറും പിന്നെ ചിക്കൻ്റെ അച്ചാറും അതുപോലെ മാങ്ങ അച്ചാർ അങ്ങനെ പലതരം അച്ചാറുകൾ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഇതൊരു വെറൈറ്റി ആയിക്കൊണ്ട് നല്ല നാടൻ രീതിയിൽ കൊക്കാർച്ചി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ കൊക്കാർച്ചയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം മുഴുത്തതാണ്, തീരെ പൊടിയുമല്ല, എന്നാൽ ഭയങ്കര വലുതുമല്ലാത്ത രീതിയിലുള്ള കൊക്കാർച്ചയാണ്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വാരി എടുത്തിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. റോസ്റ്റ് ഒന്നും കഴിക്കാൻ മടിയുള്ള മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഉറപ്പായിട്ടും കഴിക്കും, എല്ലാവരും കഴിക്കുവേ. അപ്പം അതിനായിട്ട് ഞാനിവിടെ കഴുകി വാലയ്ക്ക് വെച്ച് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറേശ്ശെ ഓരോ സ്പൂൺ വീതം ചേർത്താൽ മതി. ഒരല്പം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് നമുക്കതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി അരച്ച് വരട്ടി കുറച്ച് നേരത്തേക്ക് വെക്കാം. കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്കത് ഒരു അടുപ്പയിലേക്ക് തീ മീഡിയം ഫ്ലെയിമിലിട്ട് അത് നമുക്ക് കുറച്ച് നേരത്തേക്ക് വേവിക്കാൻ മൂടി വെക്കാം. വളരെ സിമ്പിളാണ്. എൻ്റെ വീഡിയോ എല്ലാവരും കയറി കാണണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വളരെ സിമ്പിളാണ്. മക്കൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ എളുപ്പമാണ്. മാങ്ങാച്ചാറും മീൻ ഇതൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെടും, അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പം ഇതെല്ലാം അരച്ച് പുരട്ടി നമുക്ക് കുറച്ച് നേരം വെക്കാം. അതിനുശേഷം അത് അടുപ്പിലേക്ക് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി നമുക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും 2-3 ഉള്ളിയും പിന്നെ ഇഞ്ചിയും കൂടെ അരിഞ്ഞെടുത്ത് വെക്കാം. അപ്പം നമ്മുടെ കൊക്കാർച്ചി ഏകദേശം മൂടി വെച്ച് വേവിക്കണം, അല്ല പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരുമാതിരി ഒന്ന് വാടി വെന്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ ഒത്തിരി എണ്ണ കുടിക്കത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതിനുശേഷം പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാനിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ്, നല്ലെണ്ണയല്ല ഉപയോഗിക്കുന്നത്, അത് നമ്മുടെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായപ്പോഴേക്കും ആ വെന്ത് വെച്ചിരിക്കുന്ന കൊക്കാർച്ചി അതിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പം ഞാൻ 1/2 കിലോ കൊക്കാർച്ചിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒറ്റ ട്രിപ്പിൽ തന്നെ വറുത്തെടുക്കാമെന്ന് ഓർത്തു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, പിള്ളേരെയൊക്കെ അടുത്ത് മാറ്റി നിർത്തിയേക്കണം. എന്നാന്ന് വെച്ചാൽ കൊക്കാർച്ചിയുടെ കാര്യം നമുക്കറിയാമല്ലോ, പൊട്ടിത്തെറിക്കും. അപ്പം ഞാനിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വറക്കാൻ വെച്ചേക്കുവാണ്. അപ്പം അത് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഇട്ടപ്പോൾ തന്നെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇട്ടതിന് ശേഷം നമുക്കൊരു നന്നായിട്ട് ഇളക്കി എന്ന് കൊടുത്തതിന് ശേഷം അത് മൂടി വെച്ച് നമുക്ക് വറക്കാൻ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കൊക്കാർച്ചി ഇടയ്ക്കൊന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഏകദേശം അത് മൂത്ത് ഒത്തിരി ഫ്രൈ ആക്കണ്ട, മീഡിയം ഫ്ലെയിം. നമുക്കറിയാമല്ലോ മീനും ഇറച്ചിയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കൊക്കാർച്ചി ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെണ്ണ മാറ്റി, അല്ലെ ഒത്തിരി വെളിച്ചെണ്ണയുടെ ഇത് തോന്നും, അതുകൊണ്ട് കുറച്ച് എണ്ണ മാറ്റി അതിൻ്റെ ബാക്കി ആ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് അച്ചാറിടാം. ആദ്യമേ ഉലുവ ഇട്ട് പൊട്ടിച്ചു, അതിനുശേഷം കടുക് ഇട്ടു, പിന്നെ 2-3 ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ചെയ്താൽ മതിയേ. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരല്പം മുളക് പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു തുള്ളി, ഒരു നുള്ളെന്ന് പറയത്തില്ലേ, അത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിന്. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടി എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണയിലേക്ക് ചേർത്ത് അത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ട് ഒത്തിരി മൂത്തും പോലെ, എന്നാൽ ഒത്തിരി ഫ്രൈ ആകാതെ ഇരിക്കരുത്. ആ ഒരു പരുവത്തിൽ നമുക്ക് അത് നന്നായിട്ട് ആ എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരല്പം മുളക് പൊടി വീണ്ടും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിപ്പം മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി കൊക്കാർച്ചിക്കകത്ത് അരച്ച് വരട്ടിയിട്ടുണ്ട്. അപ്പം ഒരല്പം മുളക് പൊടി ഇട്ട് ആ വെളുത്തുള്ളിക്കൊക്കെ ഒരു ചെറിയ കളറിന് വേണ്ടി മുളക് പൊടി വീണ്ടും ഒരു തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ
നമുക്ക് ഇതിന് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 3 കിലോ ഒരു 3 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ആ മുളക് പൊടി ഇട്ടു. അപ്പോൾ ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം, തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് മൂത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ മുളക് പൊടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരല്പം വേണമെങ്കിൽ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഒരല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട, ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരല്പം ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഉപ്പുപൊടി ഇടുന്നതിന് മുൻപായിട്ട് നമുക്ക് ആ മുളക് പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിയാണല്ലോ അച്ചാറിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമുക്ക് ബാലൻസിങ്ങിന് വേണ്ടി ഉപ്പ് ഇട്ട് ചേർത്ത് അത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു അച്ചാറാണ്. എല്ലാവർക്കും വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നേ. നമ്മൾ എത്ര രൂപ കൊടുത്താൽ വെളിയിൽ നിന്ന് മീനച്ചാറും ഇറച്ചിയച്ചാറും ഒക്കെ എത്രയോ പേരുണ്ട് അങ്ങനെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ പാടുമില്ല. അരിയോ പിടിക്കുകയോ ഒന്നും വേണ്ട. കൊക്കാർച്ചി ആകുമ്പോൾ കഴുകിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും വറുത്ത് വെച്ചിരിക്കുന്ന കൊക്കാർച്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. വളരെ സിമ്പിളും വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മുടെ കൊക്കാർച്ചി അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനകത്ത് എണ്ണയൊക്കെ ഇരിക്കുന്ന അനുസരിച്ച് അത് നന്നായിട്ട് വലിച്ചെടുത്തോളും. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൊക്കാർച്ചി അച്ചാർ റെഡി ആയിട്ടുണ്ട്.